കാലിൽ നിന്നും അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലിനുണ്ടാകുന്ന ബ്ലോക്കാണ് വെരിക്കോസ് വെയിന്റെ പ്രധാന കാരണം. വെരിക്കോസ് വെയിന്റെ തുടക്കത്തിൽ ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ ഒന്നും കാണപ്പെടാറില്ല. എന്നാൽ ചില ആളുകളിൽ കാലില് ഭാരം തോന്നൽ, കാൽമുട്ടിന് ചൂട് അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. പ്രധാനമായും ഇതിന് 6 സ്റ്റേജസ് കാണപ്പെടുന്നുണ്ട്. ചെറിയ ചുവപ്പോ നീലയോ നിറത്തിലുള്ള സ്പൈഡർ നെറ്റ് പോലെയുള്ള വെയിൻസ് അഥവാ സ്പൈഡർ വെയിൻസ് കാണപ്പെടാറുണ്ട്. ഈ ഒരു സ്റ്റേജിൽ പൊതുവെ വേദന അനുഭവപ്പെടാറില്ല. 3 മില്ലിമീറ്ററിന് മുകളിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന വെയിൻസ് ഈ ഒരു സ്റ്റേജിൽ കാണപ്പെടാറുണ്ട്. കൂടാതെ കുറച്ച് നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കാലില് അസഹ്യമായിട്ടുള്ള കടച്ചിലും അനുഭവപ്പെടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും വൈകിട്ടാവുമ്പോഴേക്കും കാല് നീര് വെച്ച് തടിക്കുന്നു. കാലിലെ സ്കിന്നിന്റെ നിറം മാറി ഹൈപ്പർ പിഗ്മെന്റഡ് ആവുകയും കൂടാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൽ രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിംഗ് വരാനും കൂടാതെ ചെറിയ വീനസ് അൾസർ ഫോം ചെയ്യാനും സാധ്യതയുണ്ട്. അൾസർ ഫോം ചെയ്ത ഭാഗങ്ങളിൽ ഓക്സിജനേഷൻ കുറവായതിനാൽ അൾസറിന്റെ സൈസ് വർദ്ധിച്ച് സിവിയർ അൾസർ ഫോർമേഷൻ ഉണ്ടാവുകയും കൂടാതെ മുറിവുണങ്ങാതെ ഒരുപാട് കാലം ഇതേപോലെ നിലനിൽക്കുകയും ചെയ്യുന്നു.